സരിത സ്വപ്ന ബാർ കോഴ വിവാദങ്ങളുടെ തനിയാവർത്തനം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിനെതിരെ ഉയരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കോളിളക്കം സൃഷ്ടിച്ച വിവാദങ്ങളുടെ തനിയാവർത്തനം. ഉമ്മൻചാണ്ടിയുടെ ധനമന്ത്രി KM മാണിക്കെതിരെ വന്ന അതേ ആരോപണമാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി MP രാജേഷിനെതിരെ ഉയർന്നത്. സ്വപ്ന സുരേഷും സ്വർണ്ണക്കടത്ത് വിവാദവും പിണറായി വിജയനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒന്നാണ്. അതിന് തത്തുല്യമാണ് സരിതയും സോളാറും ഉമ്മൻചാണ്ടിക്കുമേലുണ്ടാക്കിയ കുരുക്ക്. UDF ഭരണത്തിലെ വിവാദങ്ങൾ അതേപടി LDF കാലത്തും ആവർത്തിക്കപ്പെടുന്നത് കേവലം യാദൃച്ഛികം എന്നതിനപ്പുറം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. KM മാണിക്കെതിരെ 1 കോടി രൂപയുടെ കോഴ ആരോപണമാണ് ഉയർന്നത്. ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശമനുസരിച്ച് ഒരു ബാറുടമയിൽ നിന്ന് 2.5 ലക്ഷമാണ് പിരിക്കുന്നത്. സംസ്ഥാനത്തെ 1000-ഓളം വരുന്ന ബാറുകളിൽ നിന്ന് അത്രയും പിരിച്ചാൽ കോഴത്തുക 20 കോടിയിലധികമാണ്. 1 കോടിയുടെ ആരോപണം ഏറ്റെടുത്ത് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തിയ നിയമസഭയിലെ കയ്യാങ്കളി ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തിയവരാണ് ഇടതുമുന്നണി. UDF MP രാജേഷിനെതിരെ ഉന്നയിക്കുന്നത് 20-ലേറെ ഇരട്ടി തുകയുടെ കോഴ ആരോപണമാണ്. KM മാണിക്കെതിരായ ആരോപണത്തിൽ അന്വേഷണം നടക്കാൻ അന്നത്തെ UDF രാഷ്ട്രീയത്തിലെ വടംവലി കാരണമായി. ഇന്ന് സ്ഥിതി അതല്ല. ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശം തള്ളി സർക്കാരും പാർട്ടിയും രംഗത്ത് വന്നതോടെ അന്വേഷണം നടക്കാനുള്ള സാധ്യത ഇപ്പോഴില്ല. രണ്ടാം ബാർകോഴ വിവാദത്തിന് തിരികൊളുത്തിയ ശബ്ദ സന്ദേശത്തിന്റെ ഉടമ ബാറുകളുടെ സംഘടനാ നേതാവ് അനിമോൻ താൻ പറഞ്ഞത് തള്ളിക്കളഞ്ഞിട്ടില്ല. അതേസമയം കോഴ പിരിവ് നടക്കുന്നതായി സ്ഥിരീകരിക്കുന്നതുമില്ല. അതേസമയം സംഘടനാ പ്രസിഡന്റ് P. സുനിൽകുമാർ അനിമോനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് സർക്കാരിനെ നിർബന്ധിതരാക്കുന്ന കൂടുതൽ വിവരങ്ങൾ ബാർ ഉടമകളിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ സൂചനകളുമില്ല. മാണിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നെങ്കിലും അത് എങ്ങുമെത്താതെ അവസാനിച്ചു. രണ്ടാം ബാർ കോഴ ആരോപണത്തിൽ അന്വേഷണത്തിനുള്ള സാധ്യത പോലും ഈ ഘട്ടത്തിൽ കാണാനില്ല. മറിച്ച് സംഭവിക്കണമെങ്കിൽ അന്വേഷണത്തിന് സർക്കാരിനെ നിർബന്ധിതരാക്കുന്ന പ്രക്ഷോഭവും സമ്മർദ്ദവും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയണം. പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സമീപനമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് എങ്കിലും പിണറായി സർക്കാരിനെ ആക്രമിക്കാൻ ശബ്ദ സന്ദേശം UDF ആയുധമാക്കുന്നതിനാൽ രണ്ടാം ബാർ കോഴ വിവാദം ഏറെ നാൾ നിന്ന് കത്തുമെന്ന് തീർച്ച.